ചേട്ടാ ഇങ്ങനെ ഒരു പയ്യനുണ്ട് എന്നെ ഭയങ്കരമായിട്ട് ശല്യപ്പെടുത്തുന്നുണ്ട്. അപ്പൊ എനിക്ക് പെട്ടെന്ന് പിടികിട്ടി. കാരണം അവർ വീട്ടുകാർ മരിച്ചത് ഒരു പ്രത്യേകിച്ച് ഒരു റീസൺ. இந்த പാവപ്പെട്ട പയ്യൻ ഏറ്റവും വലിയ ഇവൻ നിർബന്ധിക്കാന് നീ എന്റെ കൂടെ കിടന്നേ പറ്റും പറഞ്ഞത്. എന്റെ കൂടെ കിടന്നേ പറ്റും. നമസ്കാരം. നടൻ ബാല ചില സുപ്രധാന വെളിപ്പെടുത്തലുകൾ ക്രൈം ഓൺലൈൻ ചാനലിനോട് നടത്തിയിരിക്കുന്നു. അദ്ദേഹം പറയുന്നു അമ്മയെ മാത്രം കുറ്റപ്പെടുത്താൻ കഴിയില്ല, അതിനുള്ളിലെ പ്രത്യേകമായ ഒരാളുണ്ട്, അയാളാണ് ഈ പവർ ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്നത്. മാത്രമല്ല ആ സിനിമാ മേഖലയിലേക്ക് വരണമെന്ന് താല്പര്യപ്പെടുന്ന ഒരു വ്യക്തി അയാൾ ഏറ്റവും വലിയ ഞരമ്പ് രോഗിയാണെന്നും കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഞരമ്പ് രോഗിയാണെന്നും അയാളുടെ മുഖംമൂടി വലിച്ചു കീറുകയാണ് താൻ ഇതിലൂടെ ചെയ്യുന്നതെന്നും പറയുന്നു. ക്രൈം പോലൊരു ചാനലിന് ഇത്തരക്കാരെ പുറത്തു കൊണ്ടുവരാൻ കഴിയും. ഞാൻ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു കാര്യം റിവീൽ ചെയ്യുന്നത്. അത് ക്രൈമിനോടാണ്. ഇത്തരം ഒരു ക്രൈം ആയതുകൊണ്ടാണ് ക്രൈമിനോട് തന്നെ ഇത്തരം കാര്യം വെളിപ്പെടുത്തുന്നത്. നടി ജുബിതയ്ക്കൊപ്പം ഇരുന്നു കൊണ്ടാണ് ക്രൈമിനോട് ആ ഒരു രഹസ്യം ബാല വെളിപ്പെടുത്തുന്നത്. ആ നടൻ ആ സ്ത്രീയോട് കാണിച്ച മഹാമോശമായിട്ടുള്ള കാര്യം, ഏറ്റവും താഴ്ന്ന ഏറ്റവും പാവപ്പെട്ട ഒരു സ്ത്രീയോട് കാണിച്ച അത്തരം മോശമായ ഒരു കാര്യം നടൻ ബാല ക്രൈമിനോട് ആദ്യമായി തുറന്നു പറയുകയാണ്. ബാലയുടെ ആ വാക്കുകളിലേക്ക്. ആരാണ് ആ നടനെന്നും നമുക്ക് നോക്കാം. എന്നെ കുറിച്ചോ സിനിമയെ കുറിച്ചോ സംസാരിക്കാൻ വേണ്ടി മാത്രമല്ല. നിങ്ങൾ എല്ലാവരും കേൾക്കുന്നവർ നെട്ടിപ്പോവാൻ പോകും. ഒരു വ്യക്തിയെ, ഒരു പയ്യൻ ബാലചേട്ടാ ഒന്ന് സഹായിക്കണം പാവം എന്ന് ജുബിത പറയുന്നു. വന്നു ഇതേ ഈ വീട്ടില് இந்த இடத்துல சார் உங்க கேமரா இருக்குல்ல, இந்த இடத்துல എന്റെ മുമ്പ് ഉഗ്രമായിട്ട് ഡാൻസ് കളിക്കുന്നു, ഭയങ്കരമായിട്ട് ഡാൻസ് കളിക്കുന്നു. അവന്റെ കഥ കേട്ടാൽ ഞാൻ നെട്ടിപ്പോകുന്നു. കുടുംബത്തിലെല്ലാം മരണപ്പെട്ടു, ഒറ്റയ്ക്കിരിക്കുകയാണ്. അവന് ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു. സിനിമയിലെ ഒരുത്തർ ഇവനക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം എന്ന് പറയുന്നു. പെട്ടെന്ന് അപ്പൊ തന്നെ ഞാൻ കാശ് എടുത്തു കൊടുക്കുന്നു. யாரு നിന്നെ ഉപദ്രവിച്ചെന്ന് പറയുമ്പോൾ ഒരു യൂണിയനിൽ ഇരിക്കുന്ന ഒരാളുടെ പേര് പറയും. ഞാൻ വിളിച്ച് ഇനി മേലാൽ ഇവനെ ഉപദ്രവിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നു. പാവപ്പെട്ട പയ്യന് പറയുന്നു. ഇതുവരെ ഓക്കേവാ, ഇതുവരെ നമ്മൾ ഒരു കഥ കേട്ടു. പിന്നെ ഞാൻ വേറെ ഒരു പെണ്ണ്, ആ പെണ്ണെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു പെൺകുട്ടിയാണ്. സാധാരണ പെൺകുട്ടി എന്ന് വെച്ചാൽ ഇവളെതാ ഹൈറ്റിരിക്കും. ഇപ്പൊ ജുബിതയൊന്നും കണ്ടിട്ടില്ല. അവളെ ഇത്ര ഹൈറ്റിരിക്കും, ഒരു സോഡ ബുട്ടി ക്ലാസ്, മെലിഞ്ഞ ഒരു പെണ്ണ്, കറുത്തിട്ടിരിക്കും. ഒരു പാവം ഒരു മോൻ. ഭർത്താവ് നഷ്ടപ്പെട്ടു ഇവിടെ വരുന്നു. ആ സമയത്ത് എലിസബത്ത് എൻ്റെ കൂടെ ഉണ്ട്. എലിസബത്ത് എൻ്റെ കൂടെ ഉണ്ട്. ആ കുഞ്ഞു വന്ന് ഞങ്ങളോട് ഭയങ്കര ഇടപെടുന്നുണ്ട്. മെഡിക്കൽ പ്രശ്നമായിരുന്നു, ഞാൻ എല്ലാം സഹായിക്കുന്നുണ്ട് മെഡിക്കലി, അവർ ഹോസ്പിറ്റലിൽ കാര്യങ്ങളെല്ലാം. പിന്നെ ഒരു ദിവസം ചേട്ടാ എന്നെ കാണാൻ, എന്നമ്മ നീ ഇനിമേ എന്നെ ഒന്ന് കാണേണ്ട ആവശ്യമില്ല, ഞാൻ പൈസ ഗൂഗിളിൽ ചെയ്യാം, ഹോസ്പിറ്റലിൽ പോ. ഇല്ല ചേട്ടാ വരണമെന്ന് പറയുന്നു. ചേട്ടാ ഇങ്ങനെ ഒരു പയ്യനുണ്ട് എന്നെ ഭയങ്കരമായിട്ട് ശല്യപ്പെടുത്തുന്നുണ്ട്. അപ്പൊ എനിക്ക് പെട്ടെന്ന് പിടികിട്ടി. കാരണം അവർ വീട്ടുകാർ മരിച്ചത് ഒരു പ്രത്യേകിച്ച് ഒരു റീസണില്. അപ്പൊ അതുപോലെ ഒന്നും കേരളത്തില് ഇല്ല. അപ്പൊ പെട്ടെന്ന് ഇവനാണെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, നമ്പർ താൻ പറഞ്ഞു. அந்த പെണ്ണ് കയ്യിൽ ഇരിക്കുന്ന മെസ്സേജസ് ഞാൻ വായിച്ചു. സാർ, இந்த പാവപ്പെട്ട പയ്യൻ ഏറ്റവും വലിയ നരമ്പ് രോഗിയാണ്. இந்த பாவ ஸ்திரீய, അതായത് സോഡ ഗ്ലാസ് പൊട്ട് കരുത്തിട്ട് ഇങ്ങനെ ഇരിക്കുന്ന മെലിഞ്ഞിട്ട് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുന്നത്. ഇവൻ നിർബന്ധിക്കാന് നീ എന്റെ കൂടെ കിടന്നേ പറ്റും, നിർബന്ധിക്കാന്. അപ്പൊ ഞാൻ ഈ പെണ്ണെടുത്ത് ഞാൻ ചോദിച്ചു, അവൻ സിനിമയിൽ വരാൻ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. ഇവനെ വേറെ ഒരു സിനിമ യൂണിയനിൽ ഇരിക്കുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് ആ മേക്കപ്പ് ആർട്ടിസ്റ്റെ വിളിച്ച് ഞാൻ ചീത്തയും പറഞ്ഞു. ഞാൻ ചീത്ത പറഞ്ഞു. ആരും അങ്ങോട്ട് ഇങ്ങനെ കംപ്ലൈന്റ് ഒന്നും യൂണിയനിൽ കൊടുക്കേണ്ട, നിങ്ങളിപ്പോ നന്നായി ജീവിക്കുന്നു പറഞ്ഞ ഒരു അഡ്വൈസ് ചേട്ടനാണ്. ഇവൻ ഏറ്റവും വലിയ കേരളം കാണാതെ ഒരു നരമ്പ് രോഗി ആണോ? അവൻ പറഞ്ഞത് എന്റെ കൂടെ കിടന്നേ പറ്റും. ശരി, ഞാൻ എന്ത് ചെയ്തു? സാർ, இந்த പാവപ്പെട്ടവർ ഞാൻ കേട്ട ഒരേ ഒരു കേൾവി ആ പെണ്ണെടുത്ത് ഞാൻ ചോദിക്കുന്നു. ശരിമാ, എന്തുകൊണ്ട് നീ ഇവിടെ വന്നു? ബാലചേട്ടൻ ഇത്രയും സഹായിക്കുന്നത് കൊണ്ടാണോ? എന്തുകൊണ്ട്? ചേട്ടാ എൻ്റെ വീട്ടില് അച്ഛനുമില്ല, ആങ്ങളുമില്ല, ഭർത്താവുമില്ല. ആ ധൈര്യത്തിലാണ്. എനിക്ക് ചേട്ടനെ കാണുമ്പോൾ ഒരു ബ്രദർ പോലെ ഉണ്ട്. ഫോണിൽ വിളിക്കും,
സ്പീക്കറിലാണ് പോടും. ഇവള് പറഞ്ഞത് സത്യമായിരുന്നു. ആ പാവപ്പെട്ട പെണ്ണ്. സാർ இந்த பாவங்கள்லாம் എന്തുകൊണ്ട് പറയുന്ന അവർക്ക് കോടതിയോ പോലീസ് സ്റ്റേഷനോ കയറി ഇറങ്ങാനുള്ള ശക്തിയുമില്ല, ധൈര്യവുമില്ല, കാശും ഇല്ല. എങ്ങനെ സാർ പോയി സ്റ്റേഷനിൽ പോകും? സ്റ്റേഷൻ പോയാൽ എന്ത് ചെയ്യും? കോടതിക്ക് പோ, கேஸ் கொடுங்க, போய் ஒரு வக்கீலை பார்க்கணும். அந்த வக்கீல் நல்ல வக்கீலா சீத்த வக்கீலா நமக்கு அறியில்லை. சேட்டா என்னை வந்து சகாய்க்குன்னு கேட்டான். இன்னும் நான் சேனல் முன்பு சத்தியம் எனக்கு அது കറക്റ്റാ തപ്പാറെല്ലാം தெரியாது. ആ പയ്യനെ ഞാൻ എനിക്ക് അറിയില്ല. എൻ്റെ അച്ഛൻ പറഞ്ഞു കൊടുത്ത നിയമപ്രകാരം അവനെ ഞാൻ ഒതുക്കി. ഇനി എനിക്ക് തോന്നുന്നു ആ പയ്യന് ഇനി മേലാൽ ആ പെണ്ണുക്കില്ല, ഏത് പെണ്ണുക്കും ഉണ്ടാവില്ല. എൻ്റെ അച്ഛൻ എനിക്ക് പറഞ്ഞു കൊടുത്തത്. ஏன்னா இனி ஒரு பெண்ணுக்கு அதை செய்து அந்த பெண்ணு போய் ஒரு கோர்ட்டுக்கோ கேஸுக்கோ போவான்ல சக்தி இல்லை சார். நாங்க அந்த பெண்ணை கண்டால் எங்களுக்கு മനസ്സിലാവും அவருக்கு இல்லை. നാളെ ഈ പയ്യൻ സിനിമനകത്ത് വന്ന് ഒരു ആക്ടിംഗിൽ വന്നാൽ അപ്പൊ അമ്മ അസോസിയേഷനെ നിങ്ങൾ തെറ്റ് പറയോ? നാളെ അവൻ ഇതിനകത്ത് കയറിയാൽ ഞങ്ങൾ എന്ത് ചെയ്യും? അതുதான் വ്യക്തി. നാം പറയുന്നത് ഉണ്ടാക്കി പറയുന്ന കഥ അല്ല. ഞാൻ എന്താ അസുഖം പറഞ്ഞാൽ ആ പയ്യൻ ആരാണ് എല്ലാവർക്കും പിടികിട്ടും. അവർ വീട്ടുകാർ എങ്ങനെ മരിച്ചുപോയി എന്നുള്ളത് ഞാൻ പറഞ്ഞാൽ ആ പയ്യൻ ഉണ്ട്. ആ പയ്യന്റെ വീഡിയോ എൻ്റെ അടുത്തുണ്ട്. അതിനുശേഷം ഒരു കംപ്ലൈന്റ് അവനെ കുറിച്ച്. അതാ സാർ പറഞ്ഞു കൊടുക്കേണ്ട നേരത്ത് പറഞ്ഞു കൊടുക്കേണ്ട രീതിയിൽ അപ്പൊ തന്നെ നമ്മൾ ചെയ്യണം. ലോ വരണം. 10 വർഷം കഴിഞ്ഞാൽ அந்த 10 வருஷத்துல எத்தனை பொண்ணை ரேப் பண்ணிருப்பான், எத்தனை பெண்ணுகளை ரேராയിരിക്കും. ഒരു വീട്ടിൽ ഒരു ആണ് இருந்தாൽ ഇത് നടക്കുമോ? നടക്കത്തില്ല. ഇത് ഞാൻ തുറന്നു പറയാൻ വേണ്ടിയാണ് ഫസ്റ്റ് ടൈം ഒരു ക്രൈം ചാനൽ உங்ககிட்ட நான் என் ஜீவிதத்தில் நான் இங்கே இன்டர்வியூ கொடுத்துட்டு ஒரு கிரைம் நியூஸ் சேனல் இந்த மாதிரி இந்த நியூஸ் செக்டர் ஃபர்ஸ்ட் டைம் உங்களுக்கு